ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, പോക്കർ, കോൾ ബ്രേക്ക് തുടങ്ങിയവയൊക്കെ. ഇനി അതുപോലെ ഒരു ഗെയിമിനെ പറ്റിയാണ് പറയുന്നത്. അത് 3 കോടിയിലധികം ആളുകളാണ് ഇന്ത്യയിൽ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്നത്. ഈ ഒരു ആപ്പിൻ്റെ പേരാണ് വിൻസോ. നമുക്ക് ഈ ഒരു ആപ്പിൽ 70-ലധികം ഗെയിമുകൾ കളിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ ഗെയിമിംഗ് സ്കില്ലൊക്കെ വെച്ചുകൊണ്ട്. അങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പേടിഎമ്മിലോട്ടും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. ഇതിലെങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്ന് ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സബ്വേ സർഫർ, പോക്കർ അങ്ങനെയുള്ള ഇഷ്ടമുള്ള ഗെയിമുകൾ നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ്. ഗൈസ് 10,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ലീഡർ ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5 ലക്ഷം വരെ അഡീഷണൽ ആയിട്ട് ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഏണിങ്സിനൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 50 രൂപ ബോണസ് ആയിട്ട് കിട്ടും. അതല്ലാതെ തന്നെ അതുപോലെ നിങ്ങൾ ഫസ്റ്റത്തെ പൈസ ആഡ് ചെയ്യുന്ന ടൈമിൽ 100% ക്യാഷ് ബാക്കും കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു 100 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 200 രൂപ, അതായത് നിങ്ങളിട്ട് 100 രൂപ, ഒരു 100 രൂപ ക്യാഷ് ബാക്ക് എക്സ്ട്രാ ആയിട്ട് കയറുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിലേ നമ്മുടെ ഒപ്പം വേറൊരാളുണ്ട്. ഇത് അമ്മൂസ് ഉണ്ട് ഇന്നിവിടെ. അമ്മോ ചേച്ചി, അവളുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ മൊത്തം മുടി കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഇവളുടെ ഇതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കാനും പിന്നെ ആളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവൾക്ക് 2 ദിവസമായിട്ട് കുളിപ്പിക്കാത്തതുകൊണ്ട് ഭയങ്കര ഇതാണ്. കുളിപ്പിക്കട്ടെ നിന്നെ അമ്മു പെണ്ണെ, കുളിപ്പിക്കട്ടെ നിന്നെ. കുളിപ്പിക്കണ കാര്യം പറഞ്ഞ് എനിക്കുണ്ടോ ചേട്ടാ? ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിക്കണത്. അമ്മൂനെ കുളിപ്പിക്കണ ഇഷ്ടമാണോ അടി? ചേടാ അമ്മു പെണ്ണെ അവൾ ഇരിപ്പായിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അമ്മൂനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരെ ആരെയും ഫുള്ളായിട്ട് കാണിച്ചിട്ടൊന്നുമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലി വ്ളോഗ്സ് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ വീട്ടിലെ അച്ഛനമ്മയുടെ അടുത്തൊക്കെ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും, കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. ഫാമിലി വ്ളോഗ്സും ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അമ്മു എനിക്കൊരു ഉമ്മന്നേ ചേട്ടനൊരു ഉമ്മന്നേ. അതെ ആള് ഉമ്മയൊക്കെ തന്നോട്ടെ. നല്ല വെച്ച അമ്മു കൊച്ച് നല്ല കൊച്ചാണേ. അവളുടെ രോമം കണ്ട, ലാസാപ്സോ ബ്രീഡ് അറിയാവുന്നവർക്ക് അറിയാം, നല്ല രീതിയിൽ മുടി വരും. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് മുടിയൊക്കെ കഴിയുമ്പോൾ വെട്ടിക്കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് പെട്ടെന്ന് ജട പിടിക്കുന്നുണ്ട്. കാര്യം ഈരി കൊടുക്കാറൊക്കെ ഉണ്ട്, എന്നാലും ജട പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് അവളുടെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കട്ട് പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഫുൾ വെട്ടും. അങ്ങനെയാണ് അവളുടെ ഇതുവരെ ഇങ്ങനെ ആക്കി എടുത്ത്. അധികം രോമം വളർത്താറില്ല, കാരണം അകത്ത് തന്നെയാണ് അവൾ ഇടുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് രോമം കൊഴിയണ ഇതൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ കൂട്ടിലിടും, രാത്രി കൂട്ടിലിടും. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ കൂട്ടിലിടും. അല്ലാത്തപ്പോൾ ഇവള് ഞങ്ങളുടെ അല്ല അമ്മൂസേ അമ്മ ഇങ്ങോട്ട് അമ്മൂൻ്റെ പല്ലാണിച്ചേ അമ്മൂൻ്റെ പല്ലാണിച്ചേ. ഇത് നല്ല വെച്ചാട്ടാ. അപ്പോൾ ഞാനും അമ്മൂസും ബാബാ വീഡിയോ എടുക്കട്ടെ, നിന്നെ കുളിപ്പിക്കാൻ പോണ വീഡിയോ എടുക്കാൻ പോണേ അമ്മു. അപ്പോൾ നമ്മളിന്ന് അമ്മൂനെ കുളിപ്പിക്കാനായിട്ട് പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ആൻസോയാണ് അമ്മൂസിൻ്റെ ബ്രീഡ്. അപ്പോൾ ഇനി ഇവളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന്, ഇപ്പോൾ ബ്രീഡിൻ്റെ കേസ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അവർ എന്നിട്ട് നോക്കണേ ആരും നോക്കണേ. ഇവളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പെഡിഗ്രിയൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം എന്ത് കിട്ടിയാലും അവൾ കഴിക്കും. അതായത് നമ്മൾ വീട്ടിൽ ചോറും പുട്ടൊക്കെ വെച്ചാലും പുട്ട്, പിന്നെന്താ ചപ്പാത്തി, ഉപ്പുമാവ്, അതൊക്കെ അവൾ കഴിച്ചോളൂ. അമ്മൂസിന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇന്ന പെഡിഗ്രി മാത്രമേ കഴിക്കൂ അങ്ങനെയുള്ളതൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലുള്ളവരെ പോലെ തന്നെ ബിസ്ക്കറ്റ് കഴിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ പണ്ടൊക്കെ ഇവള് വന്നേക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഇപ്പോൾ അച്ഛൻ വരുമ്പോഴാണെങ്കിൽ എനിക്ക് അനിയത്തിക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ 2 മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവള് വന്നതിന് ശേഷം 3 മേടിക്കൽ. അതായത് ഞങ്ങളെപ്പോലെ തന്നെയാണ് അവർക്ക്. അതുപോലെ എനിക്ക് എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് ഇവള്. ഇതൊരു കുഞ്ഞനീത്തിയാണ് അല്ല അമ്മ.
അമ്മൂൻ്റെ ചേട്ടായി എല്ലേടി അമ്മു. അയ്യേ ചിരിച്ചേ 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 ഈ ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ. നാണം വരാട്ടോക്ക്. ചിരിച്ചേ ചിരിച്ചേ. ഇല്ല, ചിരിക്കണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മൂസിനെ പോയി കുളിപ്പിക്കാം. കുളിക്കാം. അതെ, നമ്മൾ അമ്മൂനെ കുളിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം തുറന്നിട്ടിട്ടുണ്ട്. അമ്മൂന് യൂസ് ചെയ്യണ ലോഷൻ ചെയ്താട്ടോ, ഹിമാലയയുടെ എറിന ഈറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അമ്മൂനെ കുളിപ്പിക്കാം. അമ്മൂനെ ഇത് കുളിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഇവിടെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ നിൽക്കണ കാരണം അടി ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതേ അവിടെ നിന്ന് തണുക്കണ്ടി. കുടഞ്ഞ് നീയൊക്കെ നേരെയൊക്കെ പിടിക്കും. അതൊക്കെ നല്ലോണം തണുക്കണ്ട. അതായത് പുള്ളിക്കാരി അല്ലെങ്കിൽ ഞാൻ നിൽക്കണണ്ട. തണുക്കണ്ടി. കുടഞ്ഞേ. ഏയ് കൈ കാണിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉപയോഗിക്കണ ഒരു ഹിമാലയയുടെ എറിന ഈപ്പി എന്ന് പറയുന്ന ഒരു ലോഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അത് നമുക്കിനി വേക്കട്ടെ. അപ്പോൾ ഇതിട്ട് അമ്മൂനെ ഇനി നല്ലോണം മതപ്പിച്ചിട്ടെ. തണുക്കുണ്ടോടി അമ്മു ഉണ്ടാ. ഈ മലയുടെ ഈ കളറിലുള്ള ഷാമ്പു ആണ് നമ്മളിട്ട് അമ്മൂനെ കുളിപ്പിക്കണേ. കൈ വെക്കടി. അപ്പോൾ നമ്മൾ മേത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തല കുളിപ്പിച്ചെടുക്കണം. മേത്തിട്ട് പോലെ തന്നെ അതെ ആ ഷാമ്പുകളുടെ മോത്തും ഇടാണ്. അതിനൊക്കെ നല്ലോണം ഷാമ്പു ഇട്ടാൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ അറിയാലോ, ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ ചെവിയിൽ പോവാണ്ട് നോക്കണം. ചെവി പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെവി പോവാണ്ട് സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. മുന്നേ ഇപ്പോൾ വെള്ളം ഒഴിക്കട്ടെ. ഇപ്പൊ കുടയരുത്. കുടഞ്ഞ് നേരത്തെ ഇനി ആ ഷാമ്പു ഫുള്ള് നമ്മളിനി കഴുകി തുടയ്ക്കണം. ഇനി നമുക്ക് നല്ലോണം ഇവിടെ തലയും മേലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഒക്കെ ഭയങ്കരമായിട്ട് ഒരു ഇതായിരിക്കും, അസ്വസ്ഥതയായിരിക്കും പുള്ളിക്കത്തിക്ക്. മുഖത്തൊക്കെ മുഖത്ത് നമ്മൾ അതുപോലെ തന്നെ മേലും ഫുള്ളും, മേലും വാലും കൈയും കാലും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. തുറക്കട്ടെ. അപ്പോൾ ഇനി ഇവിടെ നേരെ ഞങ്ങൾ കൂട്ടി കൊണ്ടിടാനാണ് പോണത്. അപ്പോൾ കൂട്ടിൽ തുണി ഇട്ട് കൊടുത്ത് അവൾക്ക് എന്തായാലും നമ്മൾ എത്രയൊക്കെ തുടച്ചാലും പുള്ളിക്കാരത്തി അവിടെ ചെന്ന് ഉരക്കലുണ്ടാവും. അപ്പോൾ ഇനി കൂട്ടി കൊണ്ടുപോയി ഇടണം. കൂട്ടി പോവാം, കൂട്ടിലേക്ക് പോവാം. ബാ ഞാൻ എടുക്കട്ടെ. അങ്ങനെ ഒന്നേ ഗൈസ്, അങ്ങനെ ഞാനും അമ്മയും കൂടി കൂട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മൂനെ എടുത്തുകൊണ്ട് നേരെ പോകണം.
അമ്മൂൻ്റെ കൂട് ഇവിടെ ഉണ്ട്. ഇത് ഇതാണ് ഞങ്ങളുടെ അമ്മൂൻ്റെ കൂട്. അപ്പോൾ കൂട്ടിലുണ്ട് തുണിയിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളവും വെച്ചിട്ടുണ്ട്. ഓക്കോ കണ്ട ഞാൻ പറഞ്ഞില്ലേ, എടി 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 ഉറക്കാണ്ടിരുന്നേടി അമ്മു അവിടെ ഇരുന്നോട്ടാ. അവളെ ഞാൻ കുളിപ്പിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മളിതേ ഇന്നത്തെ വീഡിയോ അതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ അമ്മൂനെ കുളിപ്പിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ. നമ്മൾ അമ്മൂൻ്റെ വീഡിയോസ് അങ്ങനെ അധികം ഇട്ടിട്ടുണ്ടായില്ല, അപ്പോൾ ഇന്ന് ഇടണമെന്ന് തോന്നി. പിന്നെ നോക്കിയപ്പോൾ എന്തായാലും അമ്മൂനെ കുളിപ്പിക്കാൻ വേണ്ടി പോകണം, അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ അമ്മൂസ്. ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ആപ്സോയാണ് ബ്രീഡ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം, ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ല അടിപൊളി വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത ദിവസം കാണാം ഫ്രണ്ട്സ്.